Hi friends, welcome to another video of It's Tunes of Life. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നത് നമ്മുടെ ടീച്ചേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയി ഭാരതത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ പ്രസിഡൻ്റായ സർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം കൂടിയാണ്. അദ്ദേഹം പ്രസിഡന്റ് പദവിയിലുപരി അദ്ദേഹം ഒരു മഹാപണ്ഡിതനും അതുപോലെ തന്നെ ഒരു അധ്യാപനം ഇഷ്ടപ്പെട്ട ആൾ കൂടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം എല്ലാ വർഷവും ടീച്ചേഴ്സ് ഡേ ആയി ആഘോഷിക്കപ്പെടുന്നതാണ് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്. അതാണ് സെപ്റ്റംബർ 5 നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ ഒട്ടുമുക്കാൽ പേർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ടീച്ചേഴ്സ് ഡേയെക്കുറിച്ച് അല്ലെങ്കിൽ അധ്യാപകരെക്കുറിച്ച് എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. എൻ്റെ മകൾ പഠിച്ച സ്കൂളിലെ ഒരു ക്ലാസ് ടീച്ചർ പദവിയിലിരുന്ന അത്രയും ശ്രേഷ്ഠമായ പദവി അലങ്കരിക്കുന്ന ഒരു അധ്യാപികയിൽ നിന്ന് എൻ്റെ മകൾക്ക് നേരിടേണ്ടി വന്ന കുറച്ച് ദുരനുഭവങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകളുടെ മാനസികമായ വളർച്ചയെയും അതുപോലെ തന്നെ സ്കൂളിൽ നേടേണ്ടിയിരുന്ന ബഹുമതികളെയും വളരെയധികം മോശമായി ബാധിച്ച രീതിയിലായിരുന്നു ആ ക്ലാസ് ടീച്ചറിൻ്റെ പെരുമാറ്റം. അപ്പോൾ കുട്ടികൾ ഒരു 15-16 വയസ്സിൽ താഴെ നിൽക്കുന്ന കുട്ടികൾ പലതരത്തിലുള്ള മാനസികമായ അവസ്ഥകളുള്ളവരാണ്. അപ്പോൾ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരോട് സ്നേഹത്തോടെയും കരുതലോടെയും മുന്നോട്ട് പോയാൽ മാത്രമേ ആ കുട്ടി ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർന്നു വരികയുള്ളൂ. പകരം ഈ അധ്യാപിക ഈ കുട്ടിക്ക് യാതൊരു വിധമായ കഴിവില്ലെന്നും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലുള്ള കമൻസൊക്കെയാണ് എൻ്റെ മകളെക്കുറിച്ച് ആ അധ്യാപിക പറഞ്ഞിരുന്നത്. ഇതുപോലെ മറ്റു കുട്ടികളോടും അവർ ഇതുപോലെ പെരുമാറിയിട്ടുള്ളതായി എനിക്ക് അറിവ് കിട്ടി. പക്ഷേ എൻ്റെ മകൾ നല്ല രീതിയിലുള്ള ആത്മവിശ്വാസമുള്ള ഒരു കുട്ടിയായതുകൊണ്ടും നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു കുട്ടി കൂടി ആയിരുന്നത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് അതേ സ്കൂളിൽ തന്നെ തുടർന്ന് മുന്നോട്ട് പഠിക്കും, ഞാൻ മറ്റൊരു സ്കൂളിലേക്ക് പോകില്ല എന്ന ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് പോയത്. എന്നാൽ ഈ ഒരു ക്ലാസ് ടീച്ചറിനെ പോലെയുള്ള ഒരു അധ്യാപിക അല്ലാതെ മറ്റനേകം സ്നേഹത്തോടെ പെരുമാറുന്ന അധ്യാപകരുണ്ട് നമുക്കിടയിൽ. ഒട്ടുമുക്കാൽ 100-ൽ 90 പേരും നല്ല അധ്യാപകരാണെങ്കിൽ അതിലൊരു 10 അധ്യാപകർ ഇത്തരത്തിൽ കുട്ടികളോട് മോശമായി പെരുമാറാറുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്. അപ്പോൾ അവരെ നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുവരിക, മാനസികമായി അവരെ യാതൊരു തരത്തിലും വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഓരോ അധ്യാപകരും മുന്നോട്ട് വരേണ്ടത് എന്ന് ഒരു ചെറിയ റിക്വസ്റ്റാണ് ഞാൻ എൻ്റെ ഈ വ്ളോഗ് വഴി ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് അധ്യാപക ദിനം അഥവാ ടീച്ചേഴ്സ് ഡേയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അത് ഒരു പുരാതനമായ പോയം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ പോയം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയത്തിൻ്റെ പേര് ഐ വിൽ ഫ്ലൈ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. So let's start with the poem. I am born with potential. I am born with goodness and trust. I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. I am not meant for crawling, so I won't. I have wings. I can fly and fly. ഈ പോയം ശ്രീ എ പി ജെ അബ്ദുൽ കലാം തൻ്റെ ഒരു കോൺഫറൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് റിപ്ലൈ പറഞ്ഞതായി +1 പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്കായി കൊടുത്ത സന്ദേശം എന്ന് പറയുന്നത് ഈ പോയത്തിൽ തന്നെയുണ്ട്. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, അതായത് വളരെയധികം ആർജവവും ഊർജവുമുള്ളവരായാണ് ഓരോരുത്തരും ജനിക്കുന്നത്. അതുപോലെ തന്നെ അമിതമായ ആത്മവിശ്വാസം, അതായത് നമ്മുടെ കഴിവുകളെക്കുറിച്ചും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അമിതം എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുപോലെ തന്നെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ അതുപോലെ നമ്മളെ കയ്യിൽ ആത്മവിശ്വാസം മാത്രമല്ല, കഴിവ് മാത്രമല്ല,
പിന്നെ എന്താണെന്നാണ് ആ കവിതയിൽ പറയുന്നത്, നമ്മളിൽ തന്നെ നന്മയും നമ്മളിൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും എല്ലാം നമ്മളിൽ തന്നെ ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ ചിറകുകൾ ഉള്ളവരായാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും നമ്മൾ വളരെ മോശമായ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ട യാതൊരു വിധമായ ആവശ്യവുമില്ല. പലരും നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരാകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകാനോ ആണ്. പക്ഷേ നമ്മളാകേണ്ടത് നമ്മളാണ്. അതായത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് യുണീക്ക് എന്ന് പറയുന്നത് നമ്മളാകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളിലുള്ള കഴിവുകളും നമ്മളിലുള്ള ആത്മവിശ്വാസവും നമ്മുടെ എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള കഴിവുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും തനിക്ക് ചിറകുണ്ടെന്നും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മുന്നിലേക്ക്, ആരൊക്കെ നമ്മളെ തളർത്താൻ നോക്കിയാലും തളരാതെ മുന്നിലേക്ക് തന്നെ പോകണമെന്നും നല്ല രീതിയിൽ നമ്മുടെ കഴിവുകളെ വിനിയോഗിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടീച്ചേഴ്സ് ഡേ സന്ദേശം ഇവിടെ നിർത്തുന്നു. അതുപോലെ APJ സർ പറഞ്ഞ ആ പോയത്തിലുള്ള ഐ വിൽ ഫ്ലൈ എന്ന പോയത്തിലുള്ള വരികൾ ഇവിടെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഐ വിൽ ഫ്ലൈ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ പറക്കും, ഞാൻ പറക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉയരെ പറക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഉയരെ പറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഓരോ അധ്യാപകരും ഓരോ കുട്ടികളും മനസ്സിൽ കരുതുക. ഓക്കെ, താങ്ക് യു. ലെറ്റ്സ് മീറ്റ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.